ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ സർഗലയം യൂട്യൂബ് ചാനൽ. എൻ്റെ രാജസ്ഥാൻ യാത്രയുടെ ഭാഗമായി നിരവധി വീഡിയോസ് ഞാനിപ്പോൾ നിങ്ങളുമായി പങ്കുവെച്ചു കഴിഞ്ഞു. തുടർന്ന് നമുക്ക് രാജസ്ഥാനിലെ ജയ്സാൽമീറിൽ സ്ഥിതി ചെയ്യുന്ന ചരിത്രപ്രസിദ്ധമായ പട്വോൻ കി ഹവേലിയുടെ കാഴ്ചകൾ കാണാം. ഇവിടുത്തെ വിശേഷങ്ങളും കാഴ്ചകളുമെല്ലാം അതിമനോഹരവും അതിഗംഭീരവുമാണ്. രാജസ്ഥാനിലെ പൈതൃകവും ചരിത്രവും സംരക്ഷിക്കുന്നതിനായി പ്രവർത്തിക്കുന്ന സാംസ്കാരിക സ്ഥാപനമാണ് പട്വ ഹവേലി ഫൗണ്ടേഷൻ. രാജസ്ഥാനിലെ ജോധ്പൂരിൽ നിന്നും ഏകദേശം 285 കിലോമീറ്റർ അകലെ ജയ്സാൽമീറിലെ മൊഖാലിയിലാണ് ഈ ചരിത്രപ്രസിദ്ധമായ മാളിക സ്ഥിതി ചെയ്യുന്നത്. 19-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ഗമാൽ ചന്ദ് പട്വ എന്ന സമ്പന്നനായ ജൈന വ്യാപാരി തൻ്റെ 5 ആൺമക്കൾക്കായി നിർമ്മിച്ചതാണ് ഈ 5 ഹവേലികൾ. നീണ്ട 60 വർഷങ്ങൾ വേണ്ടി വന്നു ഈ അതിമനോഹരമായ പട്വൻ കി ഹവേലിയുടെ പണി പൂർത്തിയാക്കാൻ. മഞ്ഞ മണൽക്കല്ലിൽ തീർത്ത ഈ മനോഹര സമുച്ചയം അതിസങ്കീർണമായ കൊത്തുപണികൾക്കും രജപുത്ര മുഗൾ വാസ്തുവിദ്യാ ശൈലികളുടെ സംയോജനത്തിനും പേരുകേട്ടതാണ്. പരമ്പരാഗത കലകളും കരകൗശല വസ്തുക്കളും പ്രദർശിപ്പിക്കുന്ന ഒരു സാംസ്കാരിക കേന്ദ്രം കൂടിയാണിത്. ഇതിനുള്ളിലെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കാണുന്നത്. അന്നത്തെ കാലത്തെ വെയ് മെഷേഴ്സാണ് ഈ കാണുന്നതെല്ലാം. ഇത് പാക്കുവെട്ടി ഇവിടെയുള്ള ആളുകളൊക്കെ മുറുക്കുന്നവരാണ്. ഇവിടെ മഹാറാണിയുടെ കോസ്റ്റ്യൂംസൊക്കെ വെച്ചിരിക്കുന്ന റൂമാണ്. അവരുടെ ഡിഫറൻ്റായിട്ടുള്ള അതിസുന്ദരമായ സാരികളൊക്കെ നമുക്ക് കാണാം. ഇത് അന്നത്തെ വെഡ്ഡിങ് ഡ്രസ്സാണ്. രാജാവും മഹാറാണിയും വിവാഹത്തിന് ധരിക്കുന്ന വസ്ത്രത്തിൻ്റെ മോഡലാണ്. വളരെ കളർഫുള്ളായ, സൈഡിലെല്ലാം നല്ല സിൽവറും ഗോൾഡും ഒക്കെ വച്ച് പിടിപ്പിച്ച അതിസുന്ദരമായ വസ്ത്രം. സീനിയർ സിറ്റിസനെ കൊണ്ടുപോകുന്ന പല്ലക്ക്, അങ്ങനെ ഒരുപാട് കാഴ്ചകൾ നമുക്കിവിടെ കാണാം. ഇതൊക്കെ വ്യത്യസ്തമായ താഴുകളാണ്. രാജാവിൻ്റെയും റാണിയുടെയും ബെഡ്റൂമാണിത്. അങ്ങനെ ഇവിടെ ഒരുപാട് ഡ്രസ്സുകളും ആഭരണങ്ങളും ഒക്കെ നമുക്ക് കാണാം. ഇത് റാണിയുടെ പ്രത്യേക സെക്ഷനാണ്. അമ്മാടപ്പെട്ടി, ഈ പെട്ടിയിലാണ് മഹാറാണി ഡ്രസ്സൊക്കെ സൂക്ഷിച്ച് വെക്കുന്നത്. പ്രഷർ കുക്കറാണ് ഈ കാണുന്നത്. അന്നത്തെ പ്രഷർ കുക്കർ, ഐസ് ബോക്സ്. ഇത് ആസ്ട്രോ ലാബാണ്. ഇത് എൻ്റർടൈൻമെൻറ്റ് ഹാളാണ്. ഈ ഹാളിൽ വുമൺസൊക്കെ അപ്പുറത്ത് ഫുഡ് പ്രിപ്പയർ ചെയ്യും. കുട്ടികൾ ഇവരുടെ കൂടെ അടുത്ത് തന്നെ തൊട്ടിലുമൊക്കെ ആയിട്ടുണ്ടാവും. ഇവിടെ ഇരുന്ന് രാജാവും ഫ്രണ്ട്സും ഒക്കെ ഇവിടെ ഇരുന്നാണ് അവർ പകിട കളിക്കുന്നത്. അന്നത്തെ വിവിധ തരത്തിലുള്ള തലപ്പാവുകളാണിത്. ക്യാമറകൾ, വിവിധ തരത്തിലുള്ള പെർഫ്യൂംസ്. ഇവിടെ നമ്മൾ ഓരോ കോണികളും കയറിയാണ് പോകുന്ന. സ്റ്റെപ്പുകൾ ഒരുപാട് കയറാനുണ്ട്. വളരെ ഇടുങ്ങിയ സ്റ്റെപ്പുകളാണ്. ഇവിടെ സുഖമില്ലാത്തവർക്കൊക്കെ ഇതിന് മുകളിൽ കയറാൻ പ്രയാസമാണ്. അവാലി ഫോർട്ടിൻ്റെ ഏറ്റവും ടോപ്പിലാണ് ഞാൻ നിൽക്കുന്നത്. അതുകൊണ്ട് ഒത്തിരി ഉയരത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഒക്കെ നമ്മൾ കോണികൾ കയറി വരണം. ഈ സെഞ്ചുറിയിലെ തന്നെയുള്ള കാര്യങ്ങളാണ് ഈ കൊട്ടാരവും കാര്യങ്ങളും ഒക്കെ നമ്മൾ കണ്ടത്.
ഇവിടെ നിന്നാൽ ജയ്സാൽമീർ പട്ടണത്തിൻ്റെ മുഴുവൻ വ്യൂവും നമുക്ക് ആസ്വദിക്കാം. അതിമനോഹരമായ കാഴ്ചയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമാകാതിരിക്കില്ല. ലൈക്ക്, കമൻറ്റ്, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. രാജസ്ഥാനിലെ മനോഹര ദൃശ്യങ്ങളുമായി വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.